ചൂലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കര പൊടിയായിരിക്കും, ചില ചൂലിലൊക്കെ ഭയങ്കര പൊടിയായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ചീപ്പുണ്ടല്ലോ, അത് വെച്ച് ഇതേപോലെ ഒന്ന് ചൂലിനകത്തൊന്ന് ആക്കി കൊടുക്കുക. നമ്മൾ മുടി ചീവുന്ന കണക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇപ്പം ചൂല് നശിച്ചു പോകത്തൊന്നുമില്ല ഇങ്ങനെ ആക്കുന്നത് കൊണ്ട്. അപ്പോൾ അതിൻ്റെ പൊടികളെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് നമുക്ക് തൂത്ത് കളയാൻ പറ്റും. അതല്ല ഈ ചൂല് വെച്ച് നമ്മൾ പുതിയ ചൂല് വെച്ച് നമ്മൾ തൂക്കുകയാണെങ്കിൽ തൂക്കുന്ന സ്ഥലത്തെല്ലാം പൊടിയാകും. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഇതേപോലെ ഒന്ന് ചീവി കൊടുക്കുക, ചീപ്പ് വെച്ച്. കണ്ടോ, അപ്പം ആ പൊടികൾ ഫുള്ളായിട്ട് പോകും. ഇതിനകത്തിപ്പോൾ എനിക്ക് കുറച്ച് പൊടികളേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ചൂലിൻ്റെ ചെവിട് ഭാഗത്ത് നമുക്ക് തൂക്കിയിടാനുള്ള ഹോളൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ പപ്പടക്കമ്പി ചൂടാക്കിയിട്ട് രണ്ട് വശത്തും ഇതേപോലെ ഒരു ഹോളിട്ടിട്ട് നമുക്ക് ചരടിട്ട് കെട്ടിക്കൊടുത്താൽ ചൂല് കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. കാരണം തൂക്കിയിടുമ്പോഴത്തേനും ചൂല് നശിച്ചു പോകത്തില്ല. അല്ലാതെ നമ്മളെവിടെയെങ്കിലും കൊണ്ടിടുമ്പം ചൂലിൻ്റെ ആ ഓരോ ഭാഗങ്ങളായിട്ട് ഒടിഞ്ഞൊടിഞ്ഞ് പോകും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ മരുന്നൊക്കെ ഓയിൽമെൻറ്റൊക്കെ മേടിച്ചതിൻ്റെ ഇതേപോലെ കവറുണ്ടെങ്കിൽ ആ ചെവിട് ഭാഗം വെട്ടിക്കളയുക. അതിനുശേഷം നമ്മൾ ടാപ്പിനകത്തോട്ട് അതങ്ങ് കയറ്റി കൊടുക്കുക. അപ്പോൾ ടാപ്പിലൊക്കെ ഒരുപാട് വെള്ളമൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വെള്ളം വേസ്റ്റ് ആകാതെ കുറച്ച് വെള്ളം മാത്രമേ ഇതിനകത്തുനിന്ന് വരത്തുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ പൈപ്പൊക്കെ തുറന്നിട്ട് വെള്ളമൊക്കെ ഒരുപാട് പോവുകയാണെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താ കുറച്ച് വെള്ളം മാത്രമേ വരത്തുള്ളൂ. കണ്ടോ, ഇതേപോലെ നമുക്ക് പേസ്റ്റിൻ്റെ കവറുണ്ടെങ്കിലും ഇതേപോലെ ചെയ്യാം.